നമസ്കാരം, തടയ ന്യൂസിലേക്ക് സ്വാഗതം. വൃത്തിയുടെയും ശുദ്ധിയുടെയും കാര്യത്തിൽ മലയാളികൾ ജീവിതചര്യയുടെ ഭാഗമായി തന്നെ ഉയർന്ന നിലവാരം പുലർത്തുന്നവരാണ്. ഇങ്ങനെ നോക്കുമ്പോൾ രോഗബാധിതരുടെ എണ്ണം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി മാറേണ്ടതാണെങ്കിലും കേരളത്തിലെ സ്ഥിതി നേരെ വിപരീതമാണ്. കേരളത്തിൽ ദിനംപ്രതി രോഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മലയാളികളെ ബാധിക്കുന്ന മാരക രോഗങ്ങളിലൊന്നാണ് ക്യാൻസർ. കേരളത്തിലെ ഓരോ വർഷവും ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. മാറിയ ജീവിതശൈലി ഇതിന് പ്രധാന കാരണങ്ങളിലൊന്നാണ്. ഭക്ഷണം, കാലാവസ്ഥ തുടങ്ങി പല ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോഴിതാ നമ്മൾ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതെന്ന് കരുതി കഴിച്ചുകൊണ്ടിരിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും പോലും ക്യാൻസറിന് കാരണമാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് വളരെ വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? സസ്യാഹാരങ്ങൾ മാത്രം കഴിക്കുന്നവർക്ക് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങി മറ്റ് രോഗങ്ങൾ ബാധിക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് നേരത്തെ പഠനങ്ങൾ തെളിയിച്ചിരുന്നു. മാത്രമല്ല, പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുന്നവർ പുകവലിച്ചാൽ പോലും ശ്വാസകോശത്തെ ബാധിക്കുന്ന ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണെന്ന് മുമ്പ് ഒരു പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിനെയെല്ലാം തള്ളിക്കൊണ്ടാണ് ഈ പുതിയ റിപ്പോർട്ട്. ഇതൊരു പഠനത്തിൽ കണ്ടെത്തിയതല്ല, മറിച്ച് ശ്വാസകോശ അർബുദ രോഗികളായ 187 യുവാക്കളിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് കണ്ടെത്തിയത്. ഇതിൽ ഭൂരിഭാഗം പേരും പുകവലിക്കാത്തവരാണ്. ഇവരുടെ ഭക്ഷണക്രമം ചോദിച്ചറിഞ്ഞപ്പോൾ ധാരാളം പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും കഴിക്കുന്നവരാണെന്ന് കണ്ടെത്തി. സത്യത്തിൽ നമ്മളിൽ ഭൂരിഭാഗം പേരും ആരോഗ്യകരമെന്ന് കരുതി പിന്തുടരുന്ന ഭക്ഷണക്രമങ്ങളായിരുന്നു ഇവരുടേത്. ഈ പഴങ്ങളിലും പച്ചക്കറികളിലും നിന്നുള്ള കീടനാശിനികളുടെ അംശമാണ് യുവാക്കളുടെ ശ്വാസകോശത്തിൽ രോഗമുണ്ടാകാൻ കാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വർഷങ്ങൾ നീളുന്ന പഠനങ്ങൾ നടത്തിയാൽ മാത്രമേ ഈ വിഷയത്തിൽ വലിയൊരു സ്ഥിരീകരണം നടത്താനാകൂ. സ്ഥിരമായി പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നവരിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് പഴങ്ങളിലും പച്ചക്കറികളിലും കീടനാശിനികളുടെ അംശമുള്ളതിനാലാകാം. അതിനാൽ സ്ഥിരമായി പഴങ്ങളും പച്ചക്കറികളും മാത്രം കടകളിൽ നിന്ന് വാങ്ങി കഴിക്കുന്നവർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും.